തലശ്ശേരി മാഹി ബൈപ്പാസിൽ വർദ്ധിപ്പിച്ച ടോൾ നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ടോൾ ബൂത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി മാഹി ബൈപ്പാസിൽ വർദ്ധിപ്പിച്ച ടോൾ നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നിരക്ക് വർധനവ് പിൻവലിക്കുക, അശാസ്ത്രീയമായി ടോൾ ബൂത്ത് സ്ഥാപിച്ചത് പുനഃപരിശോധിക്കുക, ദേശീയപാതയിലെ വെളിച്ചക്കുറവും വെള്ളക്കെട്ടും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ എല്ലാ റോഡുകളിലും ഇതുപോലുള്ള അമിതമായ ചൂഷണം, നിർദ്ദയമായ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണിപ്പോ തലശ്ശേരി മാഹി ബൈപ്പാസിന് നമുക്കിതുപോലുള്ള സൂചനാ സമരത്തിന് ഇടപെടേണ്ടി വന്നിട്ടുള്ളത്. ഇതിലെന്താണ് ന്യായം? 40-60 കിലോമീറ്ററുകൾക്കാണ് യഥാർത്ഥത്തിൽ ടോൾ പിരിക്കേണ്ടത്. ഇവിടെ പറഞ്ഞതുപോലെ 18 കിലോമീറ്ററിനാണ് ഈ വടക്കേ മലബാറിലെ ജനങ്ങൾ യാത്രക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നത്. ഇതിവിടെ മാത്രമുള്ള ഒരു നിയമമാണ്. ഇതെവിടത്തെ ന്യായമാണ്? ഈ അന്യായം അവസാനിപ്പിക്കണമെന്നാണ് ഡിവൈഎഫ്ഐയും കേരളത്തിലെ യാത്രക്കാരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, ഈ പണി പൂർത്തിയാക്കാത്ത ദേശീയപാതയിൽ, 6 വരി പാതയിൽ വെള്ളം കയറുമ്പോ, അതിന്റെ ദുർഗതി കാണുമ്പോ അപ്പൊ പിണറായി വിജയന്റെ പേക്കിട്ട് കയറാൻ ആളുകളെ കാണുന്നുണ്ട്. ദേശീയപാതയിൽ വെള്ളം കയറിയാൽ പിണറായി വിജയൻ, ദേശീയപാതയുടെ മനോഹരമായ കാഴ്ച കാണിക്കുമ്പോൾ അവിടെ നരേന്ദ്രമോദിയും ബിജെപിയും രംഗത്ത് വരികയാണ്. പി സച്ചിൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, സംസ്ഥാന കമ്മിറ്റി അംഗം PM അഖിൽ, സനീഷ് പൂവാടൻ, വി ശരത്ത്, മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.